നമുക്കിവിടെ നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചൊരു ഫിഷ് ബിരിയാണി ഉണ്ടാക്കാം. ഇനി നമുക്ക് മീന് കട്ട് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ 2 സ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത്. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് മാത്രമേ ഇടുന്നുള്ളൂ. വേണമെങ്കിൽ മാത്രം മല്ലിപ്പൊടി ഇട്ടാൽ മതി. കുരുമുളക് നമുക്ക് എത്ര വേണമെങ്കിലും ഇടാം. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് ഇത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഞാനിവിടെ കുഴച്ച് നോക്കിയപ്പോൾ എനിക്ക് പൊടി കുറവായിട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ പൊടി ഇടുക. ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഉപ്പിട്ട് കൊടുക്കുവാണ്. ഇത് ഉടയാതെ നോക്കണം. നമ്മൾ കട്ട് ചെയ്തപ്പോൾ കുറച്ച് ഉടഞ്ഞു പോയായിരുന്നു. നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് സവാള കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് തക്കാളിക്ക് അരിഞ്ഞെടുക്കാം. അപ്പൊ ഇനി നമുക്ക് നമ്മുടെ ഷെഫിനെ വിളിക്കാം. അപ്പൊ ഇത് ഞങ്ങളുടെ അമ്മയാണ്. അമ്മയ്ക്കാണെങ്കിൽ വീഡിയോസ് ഒക്കെ ചെയ്യാനായിട്ട്, ഫേസ് കാണിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് ക്യാമറയുടെ ഫ്രണ്ടിൽ ഫേസ് കാണിച്ച് വീഡിയോസ് ഒക്കെ ചെയ്യാൻ ഭയങ്കര നാണമായിരുന്നു. അപ്പൊ ഇപ്പൊ ഞങ്ങള് ഓക്കെ ആക്കി, സംസാരിച്ചൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. ഓക്കെ അല്ലേ? ഓക്കെ. വീഡിയോസ് ഒക്കെ ചെയ്യാം. അപ്പം നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എന്താ ചെയ്യണ്ടേ? ഇനി നമുക്കിത് വറുത്തെടുക്കാം. നമുക്കിനി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ കഷ്ണങ്ങൾ എടുത്തത് ബിരിയാണിയിൽ ഇടാനുള്ളതായതുകൊണ്ട് നമുക്കിത് ഒരുപാട് ഫ്രൈ ആക്കണ്ട. നമുക്കിതിന് തിരിച്ചിടാം. അറിയാതെ തിരിച്ചിടാൻ നോക്കണം. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഇനിയും മീൻ കോരി എടുത്ത എണ്ണയിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിക്ക് ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം മുളക് പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് പച്ചമുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം. കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. അതിന് ആദ്യം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. വയനയില ഇട്ട് കൊടുക്കാം. കുറച്ച് കറുകപ്പട്ട ഇട്ട് കൊടുക്കാം. കുറച്ച് ഗ്രാമ്പും ഏലക്കായും കുരുമുളകും കൂടെ ചതച്ചതാണ് ഇട്ട് കൊടുക്കാം. നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം.
ഇനി നമുക്ക് വെള്ളം തിളച്ചിട്ട് ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഞങ്ങളിവിടെ എടുത്തിരിക്കുന്നത് ജീര റൈസ് ആണ്. ഈ ഗ്ലാസിന്റെ അളവിന് 5 ഗ്ലാസ് അരിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. ഇനി നമുക്ക് അരി കഴുകിയെടുക്കാം. വെള്ളം നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഈ ഗ്രേവിയിലേക്ക് മീൻ വറുത്തത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് അല്പം നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം. ഇത് കുറച്ചു നേരം അടച്ചു വെക്കാം. നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ ശരിയായിട്ടുണ്ട്. മീൻ ചെറുതായിട്ടൊന്ന് ഉടഞ്ഞു പോയിട്ടുണ്ട്. നമുക്കിതിലേക്ക് അല്പം മല്ലിയില ഇട്ട് കൊടുക്കാം. നമുക്കിനി ഉള്ളിയും അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും വിതറി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഫിഷ് ബിരിയാണി ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പോകാം. ബിരിയാണി കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? സൂപ്പർ, ഭയങ്കര നല്ല ടേസ്റ്റാണ്. ഇതാണ് കുഞ്ഞു പറഞ്ഞേ, എങ്ങനെയുണ്ട് ബിരിയാണി കഴിച്ചിട്ട്? അഭിപ്രായം പറ. കഴിച്ചു നോക്കട്ടെ. സൂപ്പർ, നല്ല അടിപൊളി ടേസ്റ്റ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു.